ഓരോ മാസവും എത്രത്തോളം പണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഉണ്ടാക്കാം? ഈ ഒരു ചോദ്യമാണ് സ്റ്റോക്ക് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് വരുന്ന ഏതൊരു വ്യക്തിയും ആദ്യം ചിന്തിക്കുന്നത്. ഇതിനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ് നിങ്ങൾ എത്രത്തോളം റിസ്ക് എടുക്കുവാൻ തയ്യാറാണ് എന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നോർമലായി നമുക്ക് 4 തരത്തിലുള്ള വ്യക്തികളെ കാണുവാൻ സാധിക്കും. ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ്. പ്രത്യേകിച്ചും റിസ്ക് വളരെ കുറഞ്ഞൊരു സ്കീമിൽ മാത്രമാണ് ഇത്തരക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഭാവിയിൽ കുട്ടികളുടെ പഠനം, വിവാഹം, വീട് ഇതുപോലുള്ള ആവശ്യങ്ങൾക്കായി പലതരത്തിലുള്ള സേവിംഗ് സ്കീമിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ പ്രതീക്ഷിക്കുന്ന ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 6 മുതൽ 8% വരെയാണ്. ഇതിൽ കൂടുതൽ റിട്ടേൺ ആവശ്യമുള്ളവരാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. ഇത്തരത്തിലുള്ളവർ ഭാവിയിലേക്ക് വേണ്ടി ലോങ് ടേമിലേക്കായി ഷെയർ വാങ്ങി ഹോൾഡ് ചെയ്യുന്നു. ഇവരുടെ മെയിൻ മോട്ടോ ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പാദ്യം ഉണ്ടാക്കുക എന്നതാണ്. ഇത്തരക്കാൾ വളരെ കുറച്ചു മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു പണത്തിന് മുകളിൽ റിസ്ക് എടുക്കുന്നത്. ഈ ഒരു കാറ്റഗറിയിലുള്ളവർ മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഇതിലിപ്പോൾ നല്ലതായി പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെല്ലാം നിഫ്റ്റി 50 ലാസ്റ്റ് 10 വർഷത്തിനിടെ നൽകിയ ഒരു ആവറേജ് റിട്ടേൺ ആയ 8 മുതൽ 10% അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണ് നൽകുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ സ്വന്തമായി ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്തു നല്ലൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ റിട്ടേൺ ലഭിക്കും. ഈ ഒരു ചാനൽ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന വീഡിയോയിൽ ഫണ്ടമെന്റലി എങ്ങനെ ഒരു സ്റ്റോക്കിനെ അനാലിസിസ് ചെയ്യാം എന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ നല്ലൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേമിൽ, അതായത് ഒരു വർഷമോ അതിൽ കൂടുതലോ ആയിരിക്കും ഹോൾഡിംഗ് പീരീഡ്. ഇത്തരത്തിൽ നല്ലൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 12 മുതൽ 15% വരെ റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം. ട്രേഡേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിലെ രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ട്രേഡേഴ്സ്. ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്നവർ മാർക്കറ്റിൽ നിന്നും കൂടുതൽ റിട്ടേൺ പ്രതീക്ഷിക്കുന്നവരാണ്. റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയും ഇവർക്ക് കൂടുതലായിരിക്കും. ഒരു മാസത്തിൽ 5 മുതൽ 6% അല്ലെങ്കിൽ അതിൽ കൂടുതലോ റിട്ടേൺ ഇവർ പ്രതീക്ഷിക്കുന്നു. ട്രേഡേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ 3 തരത്തിൽ തരംതിരിക്കാം. ഒന്നാമത്തേത് ഷോർട്ട് ടേം ട്രേഡേഴ്സ്, രണ്ടാമത്തേത് ഇൻട്രാഡേ ട്രേഡേഴ്സ്, മൂന്നാമത്തേത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡേഴ്സ്. ഷോർട്ട് ടേം ട്രേഡേഴ്സ് ചെറിയ കാലയളവിൽ സ്റ്റോക്കുകൾ വാങ്ങി ഹോൾഡ് ചെയ്ത് ലാഭം വരുമ്പോൾ വിൽക്കുന്നവരാണ് ഇവർ. ഇത്തരത്തിലുള്ള ട്രേഡിങ്ങിനെ സ്വിംഗ് ട്രേഡിംഗ് എന്ന് വേണമെങ്കിലും പറയാം. ഇത്തരത്തിൽ ട്രേഡിംഗ് ചെയ്യുന്നവർ ടെക്നിക്കൽ അനാലിസിസിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജ് പോലുള്ള പല ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെയും ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നു. ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച് നാം ഡീറ്റെയിൽ ആയി ഇനി ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇനി ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നതോടുകൂടി ഫണ്ടമെന്റലി സ്ട്രോങ് ആയ കമ്പനികളിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിട്ടേൺ കൂടുതൽ പ്രതീക്ഷിക്കാം. ഇത്തരത്തിൽ ട്രേഡ് ചെയ്യുന്നവർ 4 മുതൽ 5% വരെ റിട്ടേൺ നമുക്ക് മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു റിട്ടേൺ നാം ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നാം സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കിനെ അനുസരിച്ച് നമുക്ക് ഇതിൽ കൂടുതൽ റിട്ടേൺ പ്രതീക്ഷിക്കാം. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല മൊമെന്റമുള്ള സ്റ്റോക്കുകൾ നാം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിട്ടേൺ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റിസ്ക് 1 മുതൽ 2% വരെ നമുക്ക് എടുക്കുവാൻ തയ്യാറായിരിക്കണം. ഇൻട്രാഡേ ട്രേഡേഴ്സ് കുറച്ച് റിസ്ക് കൂടിയ ട്രേഡിംഗ് ആണിത്. ഹൈ റിസ്ക് ഹൈ റിവാർഡ് നൽകുന്ന ഒരു കാറ്റഗറിയാണിത്. പുതുതായി സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നവർ ഒരിക്കലും ഈ ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുവാൻ പാടുള്ളതല്ല. വളരെ പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കേണ്ടി വരും. അതിനാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. ഏറ്റവും അവസാനത്തെ കാറ്റഗറിയാണ് ഡെറിവേറ്റീവ്സ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന പേരിലും അറിയപ്പെടുന്നു. ചെറിയ ക്യാപിറ്റൽ കൊണ്ട് തന്നെ നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാം എന്നതാണ് ഇതിലേക്ക് ഏതൊരു തുടക്കക്കാരനെയും ഇതിലേക്ക് ആകർഷിക്കുന്നത്. ഹൈ റിസ്ക് ഹൈ റിട്ടേൺ കാറ്റഗറിയാണിത്. ചെറിയ കാലയളവിൽ തന്നെ നല്ലൊരു റിട്ടേൺ ഇത് നമുക്ക് നിന്നും സമ്പാദിക്കുവാൻ സാധിക്കും. എന്നാൽ മിക്കവാറും എല്ലാ തുടക്കക്കാരും ഓപ്ഷൻ ട്രേഡിംഗിൽ ചെറിയ ക്യാപിറ്റൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നതുകൊണ്ട് തന്നെ ഇതിൽ തുടങ്ങുന്നു. പിന്നീട് സംഭവിക്കുന്നത് അവരുടെ ക്യാപിറ്റൽ 0 ആകുന്നതായിരിക്കും. ഇനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? LKG UKG മുതൽ ഗ്രാജുവേഷൻ വരെ നാം 20 വർഷമെങ്കിലും പഠിച്ചിട്ടാണ് നല്ലൊരു ജോലി ലഭിക്കുന്നത്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ യാതൊരു എക്സ്പീരിയൻസോ അറിവോ ഇല്ലാതെ വന്ന് പണം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നത് തന്നെ മണ്ടത്തരമോ അല്ലെങ്കിൽ വലിയൊരു ചൂതാട്ടം വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യം ചെറിയൊരു പ്രോഫിറ്റ് ഭാഗ്യം കൊണ്ട് ലഭിക്കുന്നു, പിന്നീട് അതൊരു ഹരമായി വലിയൊരു നഷ്ടം വരുത്തി വെക്കുന്നു. ഒരു തുടക്കക്കാരൻ മിനിമം 6 മാസമെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. അതിനുശേഷം ഡിസിപ്ലിനോട് കൂടി തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റേതൊരു സൈഡ് ഇൻകത്തിനേക്കാൾ കൂടുതൽ ഇതിൽ നിന്നും സമ്പാദിക്കുവാൻ സാധിക്കും. ഇനി നാം നല്ലൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുക. അത് ലോങ് ടേം ആകാം അല്ലെങ്കിൽ ഷോർട്ട് ടേം ആകാം. എന്നിരുന്നാലും മറ്റു പല ഫാക്ടേഴ്സ് ആണ് നമ്മുടെ റിട്ടേൺസിനെ ബാധിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റേഴ്സ് ആയാലും ശരി, നിങ്ങൾ അതൊരു ട്രേഡേഴ്സ് ആയാലും ശരി, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി മാർക്കറ്റ് കണ്ടീഷൻ.
ഇൻവെസ്റ്റേഴ്സിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 മുതൽ 12% റിട്ടേൺ ലഭിക്കുന്നു എന്ന് നാം പറഞ്ഞിരുന്നു. എന്നാൽ ഇത് മാർക്കറ്റ് കണ്ടീഷനെ ആശ്രയിച്ചായിരിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം നടക്കുകയാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ ഒരു സാമ്പത്തിക മാന്ദ്യം നമ്മുടെ രാജ്യത്തെയും പ്രത്യക്ഷമായോ അല്ലെങ്കിൽ പരോക്ഷമായോ ബാധിക്കും. ഇത്തരത്തിലുള്ള സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ ബിസിനസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ലാഭം കുറയുന്നു. ഉപഭോക്താക്കൾ വളരെ കുറച്ച് ചെലവഴിക്കുന്നതിനാൽ തന്നെ കമ്പനികളുടെ ഭാവി വരുമാന സാധ്യതകളെക്കുറിച്ച് നിക്ഷേപകർക്ക് ശുഭാപ്തി വിശ്വാസം കുറഞ്ഞു വരുന്നു. സ്റ്റോക്കുകളുടെ വില കുറയുന്നതിന് ഇടയാക്കും. രണ്ടാമതായി ടൈപ്പ് ഓഫ് സ്റ്റോക്ക്. ലഭിക്കുന്ന റിട്ടേൺ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിനെയും ആശ്രയിച്ചിരിക്കുന്നു. സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസിന്റെ വോളറ്റിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഇത്തരത്തിലുള്ള സ്റ്റോക്കിന്റെ വിലയെ വളരെ ഈസിയായി മാനിപ്പുലേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രൈസ് ഉള്ള സ്റ്റോക്കാണെന്ന് കരുതി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേണിനേക്കാൾ കൂടുതൽ റിസ്ക് ആണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യുവാൻ ശ്രമിക്കുക. മൂന്നാമത്തേത് നോളജ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്യാൻ വരുന്നവർ അവരുടെ അറിവുകളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുന്ന പല വാർത്തകൾ നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ RBIയുടെ പുതിയ പോളിസി അപ്ഡേറ്റ്സ്, ഫിനാൻസ് മിനിസ്റ്ററുടെ പുതിയതായി വരുന്ന അപ്ഡേറ്റ്, ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള അപ്ഡേറ്റ്സ് സെബി നൽകാറുണ്ട്. ഇതും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പൊതുവായി പലതരത്തിലുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ട്രേഡിംഗ് വ്യൂ പോലുള്ള പ്ലാറ്റ്ഫോമിൽ വരാറുണ്ട്. ഇതിൽ പലതും നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. ഇത് നമ്മുടെ വാട്സപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ന്യൂസുകൾ വളരെ ഈസി ആയിട്ട് അറിയുവാൻ സാധിക്കും. അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് മൈൻഡ് സെറ്റ്. നാം എത്ര തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിലും എത്ര തന്നെ നോളജ് ഉണ്ടെങ്കിലും നമ്മുടെ ഏറ്റവും ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. ഉദാഹരണത്തിന് അത്യാഗ്രഹിയായ ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ സാധിക്കില്ല. ക്ഷമയില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കൂടുതൽ ക്ഷമയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കണമെങ്കിൽ. അഞ്ചാമത്തെ പോയിന്റ് ആണ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് കൂടുന്തോറും ലോസ് കുറയും, ട്രേഡിംഗ് ആക്യുറസി കൂടുകയും ചെയ്യുന്നു. തുടക്കത്തിൽ 10ൽ 7 ട്രേഡിൽ നമുക്ക് ലോസ് ഉണ്ടാകാം. തെറ്റുകൾ മനസ്സിലാക്കി ഡിസിപ്ലിനോട് കൂടി വീണ്ടും ചെറിയ ക്യാപിറ്റലിൽ വീണ്ടും ട്രേഡ് ചെയ്തു നേരത്തെ വന്ന തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു സമയം വരുമ്പോൾ പകുതി ട്രേഡ് പ്രോഫിറ്റും പകുതി ട്രേഡ് ലോസ് മേക്കിങ്ങും ആയിരിക്കും. വീണ്ടും ഈ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോസസ് നാം ഫോളോ ചെയ്യുമ്പോൾ 10ൽ 8 ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് നൽകും. എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രേഡർ ആണെങ്കിലും ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുവാൻ സാധിക്കില്ല. എന്നാൽ ലോസിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ട്രേഡ് ചെയ്ത് ലഭിക്കുമ്പോഴാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുവാൻ സാധിക്കുന്നത്. ആറാമത്തെ പോയിന്റ് ആണ് മാർക്കറ്റ് മേക്കിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട 3 കാറ്റഗറീസ് ആണ് FIAs, DAs അതുപോലെ പ്രൊമോട്ടേഴ്സ്. ഇവരെ കുറിച്ച് ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. ഓരോ ദിവസവും മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ ആ ഒരു ദിവസം FIAs അല്ലെങ്കിൽ DAs എത്ര ബൈ സെൽ ചെയ്തു എന്നത് അടുത്ത ദിവസത്തെ മാർക്കറ്റ് പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു ഘടകങ്ങളിൽ ഒന്നാണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന റിട്ടേൺ അനുസരിച്ച് നിങ്ങൾക്ക് ആദ്യമേ തീരുമാനിക്കണം ഒരു മാസം എത്ര റിസ്ക് എടുക്കുവാൻ തയ്യാറാണെന്നത്. 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിൽ 10 മുതൽ 15% വരെ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ ട്രേഡ് ചെയ്യാം. 2 മുതൽ 3% വരെ റിസ്ക് എടുക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ കുറവ് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവരാണെങ്കിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റർ ആക്കാം. ഇത് മുകളിൽ പറഞ്ഞത് ഒരു തമ്പ് റൂൾ അല്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന ഒരു വ്യക്തിക്ക് അവരുടെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് ഈ ഒരു റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര റിട്ടേൺ ലഭിക്കുന്നു എന്നതും അതുപോലെ തന്നെ എത്ര റിസ്ക് എടുക്കുന്നതെന്നും ഓരോ വ്യക്തികളെയും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും ഒരു തുടക്കക്കാരന് ഫോളോ ചെയ്യാവുന്ന ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ആണിത്. ഈ ഒരു വീഡിയോ സീരീസിൽ അടുത്തതായി വരാൻ പോകുന്ന വീഡിയോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന എത്രത്തോളം റിട്ടേൺ ആണ് ഒരു ഡീസന്റ് റിട്ടേൺ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുക.